ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ബാങ്കിങ് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ വൈശാഖ് മാധവൻ. ഹായ്, ഞാൻ വിനിത. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്. ഈ രണ്ട് സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് ആണ്. അതിന്റെ ഒരു ഇമ്പോർട്ടൻസും ആണ്. അതായത് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസോ ബാങ്കിങ് എക്സാം ആണ് നമ്മളിപ്പോ പറയുന്നെങ്കിലും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനുള്ള രണ്ടാൾക്കാരാണ് ഈ കോൺസും അതിന്റെ പേരുകൾ ചില സ്ഥലത്ത് മെന്റൽ എബിലിറ്റി എന്ന് പറയും, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, അനാലിസിസ്. സിലബസ് ഒക്കെ സെയിം തന്നെയാണ്, പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. അപ്പോ റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാതെ നമ്മുടെ നാട്ടിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാം എല്ലാത്തിലും ഉള്ള രണ്ടാൾക്കാരാണ് ഈ രണ്ട് സബ്ജക്റ്റുകൾ, റീസണിങ്ങും ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും. അപ്പൊ നമുക്ക് മിസ് ആദ്യം കോണ്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. യെസ്, ആദ്യം സിലബസ് നോക്കണ്ടേ. നമ്മൾ ബാങ്ക് എക്സാമിനെ കുറിച്ചിട്ടാണ് കേട്ടോ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ബാങ്ക് എക്സാമിന് ചോദിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ ടോപ്പിക്സുകളാണ് ഇതെല്ലാം. അതെ, അപ്പൊ നമുക്ക് എക്സാം എഴുതിയവർക്ക് മനസ്സിലാവും എന്തൊക്കെയാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിനെ ഒരു പാർട്ടുകളായിട്ട് തിരിക്കാം. സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ടല്ലേ. അതായത് ബാങ്ക് എക്സാംസിന്റെ പ്രിലിംസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറച്ച് ഒരു സെറ്റ് ആയിട്ട് വരുന്ന സിംപ്ലിഫിക്കേഷൻ, അതിന്റെ ഒപ്പം ഒരാളുണ്ട് അപ്രോക്സിമേഷൻ. സിംപ്ലിഫിക്കേഷൻ ഓർ അപ്രോക്സിമേഷൻ, ഇത് ഏതെങ്കിലും ഒന്നാണ് ചോദിക്കുക. അത് ക്ലറിക്കൽ എക്സാമിനൊക്കെ 10 മാർക്കിനൊക്കെയാണ് ചോദിക്കാറ്. ഈ PO എക്സാമിന് 10 അല്ലെ 8, 7 അങ്ങനെയൊക്കെ ചോദിക്കും. നമ്പർ സീരീസ്, അതായത് മിസ്സിംഗ് നമ്പർ ഉണ്ടാവും, റോങ് നമ്പർ ഉണ്ടാവും, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഈ ഒരു 3 പാർട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ 20 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച ചരിത്രമുണ്ട്. അതെല്ലാം കൂടി അപ്പോ പകുതിയിൽ കൂടുതൽ മാർക്ക് നമ്മുടെ ഈ ഒരു 3 സെക്ഷൻ പഠിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. പ്രിലിംസ് എക്സാമിന് 2 ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. സോ അതിൽ 5 മാർക്ക് കിട്ടും. പിന്നെ ബാക്കി എടുക്കുന്ന റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെന്റേജ്, ആവറേജ് തുടങ്ങി ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഇതിനെല്ലാത്തിനും കൂടിയും പറയുന്ന പേരാണ് അരിത്തമെറ്റിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ വേർഡ് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അതിലൊരു 10 മുതൽ 12 എക്സാം ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുവരെ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഈ DISന് പഠിക്കണമെങ്കിൽ പെർസെന്റേജും റേഷ്യോ അതേപോലെ അരിത്തമെറ്റിക് ആവറേജ് കാര്യങ്ങൾ ഈ ടോപ്പിക് പഠിച്ചാലേ നമുക്ക് DI ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ DIന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞതാണല്ലോ, 10 മാർക്ക് വരെ DIന്ന് പ്രിലിംസ് എക്സാമിന് ചോദിക്കാറുണ്ട് എന്നുള്ളത്. സോ അത് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം? റേഷ്യോ, ആവറേജ്, പെർസെന്റേജ് എങ്കിലും മിനിമം അറിയണം. അപ്പോൾ ഈ ഒരു ഓർഡർ അത് തന്നെയാണ് ഇതിന്റെ ഓർഡർ. അപ്പൊ ഈ ഒരു ഓർഡർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ ഓർഡറിൽ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കും, ഈ ഒരു ടോപ്പിക് വരുമ്പോൾ ഇത് പഠിച്ചിട്ടില്ലോ എന്ന് പറഞ്ഞിട്ട് ബാക്കിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോവുക. ബസ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സിംപ്ലിഫിക്കേഷൻ ഓർ അപ്രോക്സിമേഷൻ ആണ്. അതാണ് നിങ്ങളുടെ സ്കോർ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ പ്രിലിംസിനെ ആണ് ബേസ് ചെയ്ത് പറയണെങ്കിൽ മെയിൻസിനാണെങ്കിലും സമയമുണ്ട് അല്ലെ. ഇപ്പൊ നിങ്ങൾ സിംപ്ലിഫിക്കേഷൻ ഒരു 10 ക്വസ്റ്റ്യൻ അരമണിക്കൂർ കൊണ്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ? നമുക്ക് ഇല്ല, സമയമാണ് അവിടെ ഇമ്പോർട്ടന്റ് അല്ലെ. അപ്പോ മിസ് പറഞ്ഞ പോലെ തന്നെ ടൈമിന് ചെയ്ത് പഠിക്കണമെങ്കിൽ കുറച്ച് ഷോർട്ട് ട്രിക്സും കാര്യങ്ങളും ഒക്കെ വേണം. അതല്ലാതെ നമ്മൾ സാധാരണ ഗുണിച്ച് ഹരിച്ചൊക്കെ വരുമ്പോഴേക്കും നമ്മൾ സ്കൂൾ ലെവലിൽ പഠിക്കുന്നത് പോലെ ഗുണിക്കുക ഹരിക്കാനൊന്നും ഇവിടെ സമയമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ട്രിക്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അത് ഇതിനു വേണ്ടി മാത്രമല്ല, ഈ അരിത്തമെറ്റിക് പ്രോബ്ലംസ് ചെയ്യാനും DI ചെയ്യാനും ക്വാഡ്രാറ്റിക് ഇൻഇക്വാലിറ്റി ചെയ്യാനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ആ ട്രിക്സുകൾ കാര്യങ്ങൾ ഫോളോ ചെയ്യണം. നമ്മുടെ കൺവെൻഷൻ ആയിട്ടുള്ള മെത്തേഡിൽ നിന്ന് മാറി കുറച്ച് ലോജിക്കും കുറച്ച് ട്രിക്സ് ഒക്കെ യൂസ് ചെയ്താൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സിലബസ് കാര്യങ്ങൾ വരുന്നത് അല്ലേ മിസ്സേ? യെസ്, ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഏതൊക്കെയാണ് പഠിക്കേണ്ടത്. എക്സാമിനെ ബേസ് ചെയ്ത് പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ, ബാക്കിയുള്ളത് പഠിക്കേണ്ടതല്ല, അതും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. അപ്പൊ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ടൈം മാനേജ്മെന്റ് ചെയ്തിട്ടാണ്. പ്രത്യേകിച്ച് പ്രിലിംസിന് ടൈം മാനേജ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. കാരണം നമ്മള് ഒരുപാട് കുട്ടികൾ പറയുന്ന ഒരു വിഷമമാണ് മിസ്സേ, ഞാൻ നന്നായിട്ട് പഠിച്ചു, നമുക്കറിയാം അവര് നന്നായിട്ട് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാറുണ്ട്, പക്ഷെ പ്രിലിംസ് കേറുന്നില്ല. നമുക്ക് ഉറപ്പാണ് ആ കുട്ടി പ്രിലിമിനറി പാസ്സായ മെയിൻസ് കിട്ടും. പക്ഷെ എന്തുകൊണ്ട് പ്രിലിമിനറി കേറുന്നില്ല? ആ ഒരു ടൈം മാനേജ്മെന്റ് ഇല്ല. കാരണം എല്ലാം ചെയ്യാൻ അറിയാം, പക്ഷെ
ടൈം എടുത്ത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ടൈം എത്രത്തോളം ചുരുക്കാൻ പറ്റും. 0.25 അതേപോലെ 0.5 കട്ട് ഓഫ് കേറാതെ പോകുന്നത്. അതെ, 0.25 ആണെങ്കിൽ അതിലൊക്കെയാണ് നമ്മുടെ ഒരു എക്സാം മിസ്സാവുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കാം. അതേപോലെ അതെ, മെയിൻസ് എക്സാമിന് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞില്ലല്ലോ, സിംപ്ലിഫിക്കേഷൻ അധികം ചോദിക്കത്തില്ല. അപ്പൊ സിംപ്ലിഫിക്കേഷൻ പഠിച്ചിട്ട് അരിത്തമെറ്റിക്കിലെ കുറെ ടോപ്പിക്കുകൾ ഒഴിവാക്കുന്നവര് മെയിൻസിൽ പെടും. മെയിൻസിൽ അരിത്തമെറ്റിക് ആണ് മെയിൻ അല്ലെ. അതെ, അരിത്തമെറ്റിക് അറിഞ്ഞാലല്ലേ അതിന് ബേസ് ചെയ്തിട്ടുള്ള DA ചെയ്യാൻ പറ്റുള്ളൂ. ഡാറ്റ സഫിഷ്യൻസി ഉണ്ടാവും. സോ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരും. അപ്പൊ നമ്മള് ഈ സിലബസ് എന്ന് പറഞ്ഞാൽ പ്രിലിംസിനും മെയിൻസിനും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള സിലബസ് ആണ് നമ്മൾ നേരത്തെ കാണിച്ചത്. അപ്പൊ അത് തന്നെ ബേസ് ചെയ്ത് പഠിക്കണം. നമ്മൾ പഠിക്കും ആ രീതിയിൽ പഠിക്കണം. അപ്പൊ ഇവരൊക്കെ ഒരു ഡൗട്ട് ഇപ്പൊ ചോദിക്കും, പ്രിലിമിനറി മെയിൻസും 2 എക്സാം അല്ലേ, പ്രിലിമിനറി പാസ്സായിട്ട് മെയിൻസ് പഠിച്ചാൽ അതെല്ലാരും ചോദിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, പ്രിലിംസ് കഴിഞ്ഞ് 1 മാസം തികച്ചുണ്ടാവില്ല മെയിൻസ് എക്സാമിന്. റിസൾട്ട് വന്നിട്ട് 2 ആഴ്ച ഉണ്ടാവുള്ളൂ. അപ്പൊ റിസൾട്ട് വരട്ടെ. അതെ, റിസൾട്ട് വരട്ടെ എന്നിട്ട് നോക്കാം. അല്ലെങ്കിൽ വേസ്റ്റ് ആവില്ലേ പഠിച്ചതൊക്കെ, ആ ഒരു ചിന്തയാണ് എല്ലാവർക്കും. പക്ഷെ നമ്മൾ പഠിച്ചത് എന്നും വേസ്റ്റ് ആവില്ല. ഈ ഒരു എക്സാം ക്ലിയർ ചെയ്തില്ലെങ്കിൽ എന്തായാലും നമ്മൾ അടുത്ത എക്സാം ക്ലിയർ ചെയ്യും. അതിന് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അതൊന്നും ആലോചിക്കണ്ട, റിസൾട്ടിനെ കുറിച്ച് ആലോചിക്കേ വേണ്ട. നിങ്ങൾ ഇപ്പൊ പഠിക്കുക. അപ്പൊ പ്രിലിംസ് വന്നാൽ പ്രിലിംസിന് പഠിക്കാം, മെയിൻസ് വരുമ്പോൾ മെയിൻസിന് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ QA കുറിച്ച് പറയാനുള്ളത്. അതിന് റീസണിംഗ് ആണ് അല്ലേ. റീസണിങ്ങും QAയും പ്രിലിംസിന് മെജോറിറ്റി ബാങ്ക് എക്സാമിന്റെ പ്രിലിംസിന് 35 മാർക്ക്, 35 ക്വസ്റ്റ്യൻ, 20 മിനിറ്റ്. രണ്ടും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുകളാണ്. അപ്പൊ ഈ റീസണിങ്ങിന്റെ പാർട്ടിലേക്ക് വരാണെങ്കിൽ മെയിൻ ആയിട്ട് പസിൽസ് അല്ലേ മിസ്സേ, സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആൻഡ് പസിൽസ് ആണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ഈ പസിൽ സോൾവ് ചെയ്തിട്ട് കിട്ടുന്നതാണ് എല്ലാവരും തെറ്റിക്കുക. അത് ഈ പസിലിന്റെ പ്രശ്നം എനിക്ക് തോന്നുന്നു മിസ്സേ, നമ്മൾ ഈ സോൾവ് ചെയ്ത് സമയം പോയി ആൻസർ കിട്ടില്ല. ചിലപ്പോ ഒരു പസിലിൽ തന്നെ നമ്മൾ കുറെ നേരം ഇരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ പലരും പറയാറുണ്ടോ, അയ്യോ ആ പസിലിൽ ഇരുന്ന് ബാക്കിയുള്ള സമയമൊക്കെ പോയല്ലോ. പ്രാക്ടീസ് ആണ്, കറക്റ്റ് ഉള്ള രീതിയിൽ ചെയ്യാത്തോണ്ടാണ് ആൻസർ കിട്ടാത്തത്. പിന്നെ ചിലത് നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് സ്കിപ്പ് ചെയ്യണം. അപ്പൊ ഏതാണ് എളുപ്പമുള്ള പസിൽ, ഏതാണ് പറ്റാത്തത്, നമ്മളെ കൊണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് നമ്മളെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പസിലുകൾ നമ്മൾ ആദ്യം സ്കിപ്പ് ചെയ്തിട്ട് കിട്ടുന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെയല്ലേ സാർ? പിന്നെ സിലോജിസം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദിക്കും, തല തിരിച്ചും ചോദിക്കും, റിവേഴ്സ് സിലോജിസം ഉണ്ട്. അപ്പോ പല രീതിയിൽ ഈ സിലോജിസത്തിനെ നമുക്ക് കാണാൻ കഴിയും. അത് 5 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് അല്ലെ. 5 ക്വസ്റ്റ്യൻസ് ആണ് പ്രിലിംസ് എക്സാമിന്. ചില ഇപ്പോഴത്തെയൊക്കെ 3 ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ വരാറുണ്ട്, 3-4 ഒതുങ്ങാറുണ്ട്. പക്ഷെ 5 ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ 5 ക്വസ്റ്റ്യൻ ആൽഫാന്യൂമറിക് ആൻഡ് കോഡിംഗ് ഡീകോഡിംഗ്, ഇതിൽ ഏതെങ്കിലും ഒന്നേ ചോദിക്കാറുള്ളൂ സാർ എപ്പോഴെങ്കിലും. ചില കേസിൽ മാത്രം 2ഉം ചോദിക്കാറുണ്ട്. പിന്നെ നമ്മളുടെ സാധാരണയുള്ള മിസ്ലേനിയസ് ആയിട്ടുള്ള ടോപ്പിക്സ്, ബ്ലഡ് റിലേഷൻ, ഇൻഇക്വാലിറ്റി, ഓർഡർ ആൻഡ് റാങ്ക്, അതിനൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് ചോദിക്കാം. ഇൻഇക്വാലിറ്റീസ് 5 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ബാക്കിയെല്ലാം ഇൻഇക്വാലിറ്റീസ് 5 ക്വസ്റ്റ്യൻ. പിന്നെ ബ്ലഡ് റിലേഷൻ ഒക്കെ ഒരു കേസ്ലെറ്റ് പോലെ തന്നിട്ട് അതിൽ നിന്ന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് തിരിച്ചും ചോദിക്കാല്ലേ, പോസിബിലിറ്റീസ് മാറ്റി ചോദിക്കാം. അപ്പൊ ആ രീതിയിലെല്ലാം ഉണ്ട്. അപ്പൊ ഇവിടെയും പ്രാക്ടീസ് ആണ് അല്ലെ. അതെ, പ്രാക്ടീസ് ആണ് ഇമ്പോർട്ടന്റ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോട്ട് ചെയ്തിരിക്കുന്നത്. സിലോജിസം എന്തായാലും പഠിച്ചാൽ ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഇൻഇക്വാലിറ്റി മിസ് പറഞ്ഞ പോലെ 5 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാറുണ്ട്. പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഇല്ലാതെ എക്സാം ഇല്ല. അതെ, സാറ് പറഞ്ഞ പോലെ ഇവിടെ പ്രാക്ടീസ് ആണ് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഇപ്പൊ നമ്മളൊരു എക്സാമിന് 3 പസിൽ ചോദിക്കുന്നു. ഒരു പസിലിന് 3 മിനിറ്റ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത്. അപ്പൊ 3 മിനിറ്റ് കൊണ്ട് ചെയ്യണമെങ്കിൽ പ്രാക്ടീസ് ഇല്ലാതെ നടക്കത്തില്ല. സോ 3 മിനിറ്റിൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ പ്രാക്ടീസ് ഇംപ്രൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അതെ, അപ്പൊ നമ്മള് ഈ മിസ് പറഞ്ഞ പോലെ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 2.5 തൊട്ട് 3 മിനിറ്റിനുള്ളിൽ നമ്മൾ ആൻസർ മാർക്ക് ചെയ്യണം. കിട്ടിയാൽ 5 ക്വസ്റ്റ്യൻ ആണ് കിട്ടുന്നത്. കിട്ടിയാൽ 5 മാർക്കാണ് നമുക്ക് ഒരുമിച്ച് കിട്ടാൻ. അപ്പൊ അത് ആ സമയത്തിനുള്ളിൽ ചെയ്തെടുക്കാനായിട്ടുള്ള പ്രാക്ടീസ് ചെയ്യണം. അതിനുള്ള ട്രെയിനിങ് നിങ്ങൾ എടുക്കണം, എന്നാലാണ് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ അല്ലെ മിസ്സേ. അപ്പൊ അതിനാണ് നമ്മൾ നേരത്തെ മിസ് പറഞ്ഞു. പിന്നെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, 5 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആൽഫാന്യൂമറിക് സീരീസ്, ഇതിൽ ഏതെങ്കിലും ഒന്നാണ് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് എങ്ങനെയാണ് QAയും റീസണിങ്ങും പഠിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ സിലബസ് കവർ ചെയ്തുള്ള ഒരു കുട്ടിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ നന്നായിട്ട് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യും, പക്ഷെ പ്രിലിംസ് കേറുന്നില്ല. എന്തുകൊണ്ടാണ്? ടൈം മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ടില്ല. ടൈം മാനേജ്മെന്റ് പ്രോപ്പർ ആവണമെങ്കിൽ ഡെയിലി നമ്മൾ ചെയ്ത് പഠിക്കണം. ടോപ്പിക് വൈസ് ക്യൂസ്, അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ടൈം ആൻഡ് വർക്കിന്റെ പ്രോബ്ലം ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്, 10 ക്വസ്റ്റ്യൻ സിംപ്ലിഫിക്കേഷൻ എടുത്ത് 15 മിനിറ്റ് കൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല.
സിംപ്ലിഫിക്കേഷൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എത്ര സമയത്തിൽ ചെയ്യണം എന്നുള്ളതാണ് കാര്യം. 10 ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങൾ ഒരു കാര്യം വേണമെങ്കിൽ ചെയ്തോ, ടൈം ഇല്ലാതെ ചെയ്തു. എത്ര സമയത്തിനുള്ളിലാണ് 10 ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് കരുതാം. അത് കഴിഞ്ഞ് പിന്നെ ബാക്കിലേക്ക് വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, 10 ക്വസ്റ്റ്യൻ ഒരു 10 മിനിറ്റ് കൊടുക്കുക, 5 മിനിറ്റ് ആക്കുക, സമയം കുറച്ച് ഒരു 3 മിനിറ്റിനുള്ളിലൊക്കെ 10 ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലേക്ക് എത്താൻ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്താൽ അല്ലെ. അതെ. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ 5 മിനിറ്റിൽ തന്നെ, അതായത് പകുതി സമയം എടുക്കാൻ നമുക്കുള്ളൂ. ഡെയിലി ഈ ഒരു സെറ്റ് ഇപ്പൊ എന്തായാലും നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് സിംപ്ലിഫിക്കേഷൻ. അപ്പൊ ഡെയിലി ഇതിനു വേണ്ടി ഒരു സമയം മാറ്റി വെച്ചിട്ട്, കാരണം നമ്മൾ പറയാൻ കാരണം നമുക്ക് 35 ക്വസ്റ്റ്യൻ ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് വരുന്നത്. അപ്പൊ ഈ 35 ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യാനായിട്ട് 20 മിനിറ്റേ ഉള്ളൂ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഏകദേശം ഒരു 32 സെക്കൻഡുകളാണ്, മിനിറ്റ് ഇല്ലല്ലോ, സെക്കൻഡുകളാണ്. അതായത് അര മിനിറ്റ് ആണ് സമയം നമുക്ക്. അതാ ഞാൻ പകുതി സമയം പറഞ്ഞത്. 10 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5 മിനിറ്റ് സമയത്തിൽ നമ്മൾ സോൾവ് ഔട്ട് ചെയ്യണം ശരിക്കും പറയുകയാണെങ്കിൽ. അത് ചില ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നമുക്ക് കൂടുതൽ സമയം വേണ്ടി വരും. ഇതിൽ ആവറേജ്, അതെ, ഒരു ആവറേജ് നോക്കുന്ന സമയത്ത് അപ്പൊ ചില ക്വസ്റ്റ്യൻ ഈസി ഉള്ളതും വരും, കുറച്ച് നല്ല ലെവലുള്ളതും വരും, 5 സെക്കൻഡ് കൊണ്ട് കിട്ടാം. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ചെയ്ത് പഠിക്കാം. അതെ. അപ്പൊ ഡെയിലി അപ്പൊ ടോപ്പിക് വൈസ് ഒരു ടോപ്പിക് ഏതാണോ ബുദ്ധിമുട്ട് അത് ബേസ് ചെയ്ത ക്യൂസ് ആണ്. പിന്നെ ടോട്ടൽ ആയിട്ടുള്ള ഫുൾ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. ചെയ്താൽ മാത്രം പോരാ, അനലൈസ് ചെയ്യണം. അതെ, അനലൈസ് ആണ് ഇമ്പോർട്ടന്റ് ഉള്ളത്. അപ്പൊ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം എവിടെയൊക്കെയാണ് ഞാൻ തെറ്റിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്റെ ബുദ്ധിമുട്ടുകൾ, എവിടെയൊക്കെയാണ് എന്റെ ടൈം പോയത് എന്നതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളത് വേണം. അപ്പൊ കുറെ എല്ലാ ദിവസവും നിങ്ങൾ മോക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മോക്കിന്റെ മാർക്കൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ്. അപ്പോൾ കിട്ടാത്ത ടോപ്പിക്കുകൾ ഒന്നുകൂടി എടുത്ത് റിവൈസ് ചെയ്യുക. ഇപ്പോൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയം പോയത് എന്താണോ ആ ടോപ്പിക് ഒന്നുകൂടി പഠിച്ച് അതിന് സമയം കുറയ്ക്കാൻ നോക്കുക. അതാണ് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിൽ ഉപകാരം. അങ്ങനെയാണ് അല്ലേ? മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഈ ടൈം എത്ര മാർക്കാണ് കിട്ടിയെന്ന് നോക്കുക. ഇപ്പൊ ഒരു കുട്ടി ഇന്ന് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് 100-ൽ 70 മാർക്ക് കിട്ടി, അടുത്ത ദിവസം 60 മാർക്ക് കിട്ടിയിട്ട് കാര്യമല്ല, അത് 70-ൽ കൂടണം. പിന്നെ നമ്മള് എനിക്ക് തോന്നുന്നു അനലൈസ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഒരു പെർസെന്റേജ് വൈസ് അനലൈസ് നോക്കണം. ചിലപ്പോൾ എക്സാം ടഫ് ആയിരിക്കാം അല്ലെ. അപ്പോൾ ആ അനലൈസ് ചെയ്യണം. അതുകൊണ്ടാണ് മിസ് നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻസ് അതിൽ വരുന്നത്. അനലൈസ് ആണ് ഇമ്പോർട്ടൻസ്. നമ്മളൊരു മോക്ക് ടെസ്റ്റ് വെറുതെ ഇരുന്ന് ചെയ്യല്ല. 1 മണിക്കൂർ അവിടെ ഇരുന്ന് മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും നടക്കാൻ പോകുന്നില്ല. അതിൽ നിങ്ങൾ എവിടെയാണോ വീക്ക്, ഇപ്പൊ എനിക്ക് ടൈം ആൻഡ് വർക്ക് നന്നായിട്ട് അറിയുമെങ്കിൽ ഞാൻ അതിൽ വീണ്ടും സമയം കളഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ ബുദ്ധിമുട്ടുള്ളത് ഏതാണ്? ഇപ്പൊ റീസണിംഗ് ആണോ ഞാൻ ബുദ്ധിമുട്ട്, ഇംഗ്ലീഷ് ആണോ ബുദ്ധിമുട്ട്, QA ആണോ ബുദ്ധിമുട്ട്, ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്ത് ഓരോ ടോപ്പിക്കും ചേഞ്ച് ആവും. അതിനനുസരിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കണം. അതാണ് ഇവിടെ. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഇതിനെല്ലാത്തിനും കൂടി നമുക്ക് ഒരു ഗൈഡൻസ് വേണം അല്ലേ മിസ്സേ? അതിനാണ് ഇപ്പൊ നമ്മളുടെ ഫ്രം ബേസ് മുതൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കണം, കവർ ചെയ്തിട്ട് ഏതൊക്കെ ഓർഡറിലാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, സ്പീഡ് ഇംപ്രൂവ് ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാത്തിനും കൂടി നമുക്ക് 3 എക്സാംസിന് വേണ്ടി ഒരു ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് എക്സാം സ്പെഷ്യൽ ബാച്ച്. അത് റെയിൽവേ, SSC, ബാങ്ക്, ഇത് 3ഉം ഉൾക്കൊള്ളിച്ചിട്ടുള്ള. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് എക്സാം എല്ലാം തന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് അല്ലെ. അപ്പൊ അതിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ SSC, RRB അതേപോലെ ബാങ്ക് എക്സാംസ് ഫുൾ സിലബസ് കവർ ചെയ്ത് തരുന്നു 4 മാസം കൊണ്ട്, എല്ലാം അടക്കം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ വീക്കർ ഏരിയ ഫോക്കസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് വരുന്നുണ്ട്. നിങ്ങൾക്ക് സ്പീഡും പ്രാക്ടീസും ഇംപ്രൂവ്, അതായത് പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ബാങ്ക് എക്സാംസിനല്ല മിസ്, ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ ഇന്റർവ്യൂവും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പൊ ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വരെ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ബാച്ചാണ്. 1 വർഷത്തെ കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 1 വർഷം എങ്ങനെയാണ് നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇത് കൂടാതെ ക്ലാസ്സസിനെ കുറിച്ച് പറയുവാണെങ്കിൽ വിഷ്വലൈസേഷൻ വെച്ചിട്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിൽ തന്നെ നിൽക്കും വിഷ്വലൈസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത്. പിന്നെ അത് കൂടാതെ തന്നെ ഡുവൽ മെന്റർഷിപ്പ് ആണ്, 2 മെന്റേഴ്സ് ഉണ്ടാവും നിങ്ങളുടെ കൂടെ. അതേപോലെ എല്ലാം A to Z ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, സ്റ്റഡി കാർഡ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ മോക്ക് ടെസ്റ്റ് ചെയ്യണം, പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ഹൈ ലെവലും ബേസിക് ലെവലും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോഴ്സസ് ആണ്. അപ്പൊ ഇതിലേക്ക് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ടീം തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ അവസരങ്ങളൊക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഈ വരാനിരിക്കുന്നത് ഒരു എക്സാമിന്റെ ഒരു സീസൺ ആണ് അല്ലേ? ഇലക്ഷൻ കഴിഞ്ഞോട് കൂടി തന്നെ നോട്ടിഫിക്കേഷൻസ് മെയ് മുതൽ അങ്ങോട്ട് നോട്ടിഫിക്കേഷൻ, RBI തൊട്ടുള്ള നോട്ടിഫിക്കേഷൻ, എക്സാം എഴുതാനും നിങ്ങൾക്ക് സമയം ഉണ്ടാവും. അതെ, അതിന്റെ ഇടയിൽ നമ്മൾ ബേസിക്സ് പഠിച്ച് പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഇപ്പൊ മുതൽ സ്റ്റാർട്ട് ചെയ്ത്
ക്ലിയർ ആക്കി വെക്കുക. എക്സാം വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഇന്റൻസ് ആയി പഠിച്ചിട്ട് ക്ലിയർ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും ഒരു ഓൾ ദ വെരി ബെസ്റ്റ് ആണ് നമുക്ക് പറയാനുള്ളത്. അടുത്ത കൊല്ലം ഈ സമയത്ത് എല്ലാവരും ഒരു ഗവൺമെന്റ് ജോലിയിൽ ഇരിക്കട്ടെ അല്ലേ മിസ്സേ? അതെ, എല്ലാവരും എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ. താങ്ക് യു.